ആഗ്രഹത്തോടിരിക്കുന്ന സകല വ്യക്തികളോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന പ്രവചന ശബ്ദം ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഒരുക്കത്തോടെ വന്ന സകല വ്യക്തികളോടും ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിക്കും. എനിക്കൊത്തിരി പരിമിതിയുണ്ട്, എന്റെ സന്ദേശത്തിനും പരിമിതി കണ്ടേക്കാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, സന്ദേശത്തിന് ആധാരമായ ദൈവത്തിന്റെ വചനത്തിന് പരിമിതിയില്ല. ഈ രാത്രിയിലും ആഗ്രഹത്തോടെ കടന്നു വന്ന പ്രിയമുള്ളവരോട് വചനം കൃത്യമായി ഇടപെടുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിദാസൻ പറഞ്ഞതുപോലെ എന്റെ പേര് ജേക്കബ് പീപ്പോൾ എന്നാണ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ അടൂര് ചിറ്റാടിമുക്കിൽ രംഗപുരത്ത് സഭയിലെ ഒരു സഹശുശ്രൂഷകനായി കഴിഞ്ഞ ചുരുങ്ങിയ 8 വർഷക്കാലം കർത്താവിനെ പ്രസംഗിക്കാൻ സാധുവായി എനിക്ക് ദൈവ അവസരങ്ങൾ തരുന്നു. ഇന്ന് രാത്രിയിലും നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഒരു വലിയ പദവിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നാം വായിച്ച വേദഭാഗം 4-ാം അധ്യായത്തിൽ നിന്നുമാണ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഏകദേശം ഒരു 160 പേരുകൾ പരാമർശിച്ചിരിക്കുന്നു. 90 വ്യക്തികളാണ് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട നിലയിൽ അവരുടെ പേരുകൾ 160 പ്രാവശ്യത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 160 പേരുകൾ, 90 വ്യക്തികളാണ്, 160 പേരുകൾ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട നിലയിൽ. അങ്ങനെ ആ പേരുകൾ കാണുമ്പോൾ ആ പേരുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നാം വായിച്ച എബ്രേസിന് അദ്ദേഹത്തിനുള്ളത്. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാണ്. അത് ചിന്തിച്ച് കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ നാം ദൈവസന്നിധിയിൽ സമയത്ത് പ്രവർത്തിക്കും. എല്ലാ വ്യക്തികളുടെയും പേര് നിങ്ങൾ മനസ്സിലാക്കണം. 1-ാമത്തെ വാക്യം മുതൽ ഈ 4-ാം അധ്യായത്തിലുള്ള സകല വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ എല്ലാ വ്യക്തികളുടെയും പേര് കൂട്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പന്റെയും മക്കളുടെയും പേരൊന്നിച്ച്, സഹോദരന്മാരുടെ പേരൊന്നിച്ച്, അവരുടെ എല്ലാം പേര് ഒന്നിലധികം പേരുകളാണ് പരാമർശിച്ചിരിക്കുന്നത്. പക്ഷെ 9-10 വാക്യങ്ങളിൽ എബ്ബേസിന്റെ പേര് മാത്രം പരാമർശിച്ചിരിക്കുന്നു. അവിടെ വേറെ ആരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല. 2 എബ്ബേസിന്റെ പേര് 3 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട നിലയിൽ ഈ 2 വാക്യങ്ങളിൽ നാം കാണുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു ദൈവശബ്ദം നിങ്ങളോട് പങ്കുവെക്കാനാണ് പ്രിയരെ. വേറെ എല്ലാവരുടെയും പേര് കൂട്ടമായും ജനനത്തിന്റെ വിവരണം പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ എബ്ബേസിന്റെ പേര് മാത്രം ആരംഭിക്കുന്നത് ജനനത്തിന്റെ അനുഭവത്തിന് മുമ്പ് ആദ്യം അവനെ പരിചയപ്പെടുത്തുന്നത് എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഒരനുഭവം പറഞ്ഞു തുടങ്ങാൻ ദൈവാത്മാവിന് തിരുവുള്ളം തോന്നിയത് പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും ജനിച്ച ജനന വിവരണം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവാത്മാവ് നിയോഗം കൊടുത്തു. ജനന വിവരണം മാത്രം പറഞ്ഞു തുടങ്ങിയാൽ പോരാ, അവന്റെ ജീവിതത്തിന്റെ അനുഭവം ആദ്യത്തേതെങ്കിൽ കിടക്കട്ടെ എന്നുള്ളത് ദൈവത്തിന്റെ തിരുവുള്ളമാകുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിയോഗത്തോടെ പങ്കുവെക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ ജീവിതത്തിന്റെ മുമ്പിൽ ദൈവിക അനുഭവങ്ങളെ പകർന്ന ദൈവം ആദരിക്കുമെന്ന് പറയുമ്പോൾ ഈ രാത്രിയിലും ആ വചനം സ്വീകരിക്കുന്ന ദൈവജനം നമ്മെ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം